ക്രിസ്തുവിന്റെ സുവിശേഷ ദീപം ഹൃദയത്തിൽ ജ്വാലയാകുന്ന ഒരു വൈദികൻ. ആതുര സേവനം വഴി അനേകർക്ക് ആശ്വാസമേകുന്ന കമലിയൻ സഭാംഗമായ ഫാദർ ബിജു സെബാസ്റ്റ്യൻ. എയ്ഡ്സ് രോഗികൾക്ക് തണലേകുന്ന ആലുവ വെസ്റ്റ് കടുങ്ങല്ലൂരുള്ള സ്നേഹതീരമെന്ന സെന്റ് കമലിയൻസ് കെയർ ഹോമിന്റെ ഡയറക്ടർ. മനഃശാസ്ത്ര വിദഗ്ധനും അഭിഭാഷകനുമായ ഡോക്ടർ ഫാദർ ബിജു സെബാസ്റ്റ്യൻ തന്റെ ദൈവവിളിയുടെ ആഴങ്ങളും പ്രേക്ഷിത വീതിയിലെ അനുഭവങ്ങളും നമ്മോട് പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ 4.5 നൂറ്റാണ്ട് കാലമായി ആതുര ശുശ്രൂഷ രംഗത്ത് രോഗികൾക്കിടയിൽ സേവനം ചെയ്യുന്ന, ദുരന്തമുഖങ്ങളിലൊക്കെ സഭയുടെ മുഖമായി മാറുന്ന സന്യാസ സഭയാണ് കമീലിയൻ സഭ. ഈ സഭയിൽ വളരെ തീഷ്ണതയോടെ സേവനം ചെയ്യുന്ന വൈദികൻ. ഇദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ്. അധ്യാപകനാണ്, സൈക്കോളജിസ്റ്റാണ്, PhD ഹോൾഡറാണ്, നിയമത്തിൽ ബിരുദമുള്ള ആളാണ്, മെഡിക്കൽ ലോയിൽ ബിരുദാനന്തര ഡിപ്ലോമയുള്ള ആളാണ്. ഇങ്ങനെ ഒത്തിരി വിശേഷണങ്ങൾ അർഹനാണ്. എല്ലാത്തിലുപരിയായി ഇപ്പോൾ സമൂഹം ഒറ്റപ്പെടുത്തുന്ന കുറേ മനുഷ്യരുടെ, എയ്ഡ്സ് രോഗികളുടെയൊക്കെ പിതാവായി സേവനം ചെയ്യുന്ന, അവരോടൊപ്പമുള്ള ഒരു വൈദികൻ. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഫാദർ ബിജു കിഴക്കരക്കാട്ട്. അച്ഛാ, സ്വാഗതം. അച്ഛാ, അച്ഛൻ്റെ നെഞ്ചിലുള്ള രക്തവർണ്ണമുള്ള കുരിശ് വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. എന്താണ് ആ കുരിശിൻ്റെ പുറകിലുള്ള കാരണം എന്നൊക്കെ ചോദിക്കണമെന്നുണ്ട്. അതിനു മുമ്പ് അച്ഛനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? അച്ഛൻ്റെ വീട് എവിടെയാണ്, അച്ഛൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എൻ്റെ പേര് ബിജു കിഴക്കാരക്കാട്ട്. ഞാൻ വയനാട്ടുകാരനാണ്. ജനിച്ചു വളർന്നത് വയനാട്ടിലാണ്. ഒരു വലിയ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അമ്മച്ചി ജീവിച്ചിരിപ്പില്ല. ചാച്ചനുണ്ട്. ചാച്ചൻ ഏകദേശം 90 വയസ്സ് പിന്നിട്ടു. എനിക്ക് 9 സഹോദരങ്ങളുണ്ട്. 9 സഹോദരങ്ങളുടെ ഏറ്റവും ഇളയ സഹോദരനാണ് ഞാൻ. ഞാൻ 10ാമനാണ്. എനിക്ക് 6 ജ്യേഷ്ഠന്മാരും 3 പെങ്ങന്മാരും ഉണ്ട്. ഇതാണ് എന്നെക്കുറിച്ചുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ. അച്ഛാ, വലിയൊരു കുടുംബത്തിലെ ഏറ്റവും ഇളയ ആൾ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സ്നേഹവും കെയറും ഒരു കൺസേണൊക്കെ കിട്ടി വളർന്ന ഒരാളാണ് അച്ഛൻ. മാക്സിമം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വളർന്ന ഒരാളെ 2 ചോദ്യങ്ങളാണുള്ളത്. ഇത്തരത്തിൽ കുടുംബമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടല്ല, അത്രയും സ്നേഹം അനുഭവിച്ചിരുന്നയാൾ എങ്ങനെ ഈ ദൈവവിളിയിലേക്ക് ഒരു വൈദികനായി എന്നുള്ളത് ഒരു ചോദ്യം. 2, അങ്ങനെ ഒരു വൈദികനാകുമ്പോൾ തന്നെയും നമുക്ക് ഒത്തിരി രൂപതകളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ ഇടവക തന്നെ ഇരിക്കുന്ന രൂപതയുണ്ടാകും, രൂപതാ വൈദികനാകാം. അല്ലെങ്കിൽ നമുക്കൊരു തദ്ദേശമായിട്ട് ഒത്തിരി സഭകളുണ്ട്, നമ്മുടെ നാട്ടിൽ ഒത്തിരി സഭകളുണ്ട്. ഇതിനൊക്കെ ഉപരിയായിട്ട് ഇന്ത്യയിൽ അത്ര ഹൗസുകളൊന്നും ഇല്ലാത്ത, അത്ര പ്രചാരത്തിലില്ലാത്ത ഒരു സഭയിൽ സേവനം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എങ്ങനെയാണ് അച്ഛൻ ഈ വലിയൊരു കുടുംബത്തിൽ നിന്ന് ദൈവവിളി സ്വീകരിച്ചെന്നുള്ളതും, ദൈവവിളി സ്വീകരിച്ചപ്പോൾ എങ്ങനെയാണ് കമീലിയൻ സഭയിൽ എത്തിപ്പെട്ടത് എന്നുള്ളതും തീർച്ചയായിട്ടും വിവരിക്കാം. ഒന്ന്, എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ദൈവവിളി സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രചോദനം എന്ന് പറയുന്നത് എന്നിലെ നന്മകൾ കാണാൻ എൻ്റെ കുടുംബവും അതോടൊപ്പം തന്നെ പിന്നെ കത്തോലിക്ക സഭയും സഹായിച്ചപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ലാളിക്കപ്പെട്ട് അതേസമയം നല്ല സ്ട്രിക്റ്റ് ഡിസിപ്ലിനിലൊക്കെ വളർന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ സഹോദരങ്ങളെല്ലാം, എൻ്റെ നേരെ മൂത്തയാൾ തന്നെ എന്നെക്കാൾ 4 വയസ്സിൽ കൂടുതൽ മൂത്തയാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഡിസിപ്ലിനിൽ അവരെന്നെ വളർത്തി എന്നുള്ളതും എന്നാൽ സഹോദരങ്ങളുടെ എല്ലാം സ്നേഹം നേടി എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകം. അതേസമയം തന്നെ എൻ്റെ ദൈവവിളിയെ പ്രചോദിപ്പിച്ചതൊരു പക്ഷേ എനിക്ക് എൻ്റെ ഇടവക പള്ളിയും അവിടുത്തെ പുരോഹിതരുമായിട്ടുള്ള ബന്ധമാണ്. ഞാൻ CMI അച്ഛന്മാർ മേൽനോട്ടം വഹിച്ചിരുന്ന ഒരു ഇടവകയിൽ ഭാഗമായിട്ട് വളർന്ന ഒരു വ്യക്തിയാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ആദ്യ കുർബാന കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം തന്നെ ആൾത്താര ബാലനായിട്ട് പിന്നെ പള്ളിയിൽ സേവനം ചെയ്യാനായിട്ട് തുടങ്ങി. ആ സമയത്ത് അവിടെ വലേറിയസ് എന്ന് പറയുന്ന ഒരു അച്ഛനാണ് വികാരിയായിട്ട് വരിക. ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ളൊരു മനുഷ്യൻ. എന്ന് പറഞ്ഞാൽ ഒരു വൈദികൻ എന്തുമാത്രം ഫ്ലെക്സിബിൾ ആകാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം. ഒരു വൈദികൻ എന്തുമാത്രം പാസ്റ്റേർലി ആകാൻ പറ്റുമോ, ഒരു ഇടവകയ്ക്ക് പിതാവാകാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം. ഒരു വൈദികൻ എന്തുമാത്രം ശിശുക്കളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ കണ്ടറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം. ആ വ്യക്തിത്വം എന്നെ വല്ലാതെ ഫാസിനേറ്റ് ചെയ്തു. എനിക്കൊരു ചെറിയ സെൻസ് ഓഫ് ഹ്യൂമർ ആ സമയത്തുണ്ട്. എൻ്റെ ഒരു കൊച്ചെന്ന രീതിയിൽ, വലിയ കുടുംബത്തിലൊക്കെ ജനിച്ചു വളർന്നതായതുകൊണ്ട് ചേട്ടന്മാരൊക്കെ പറയുന്ന തമാശകളുടെ ബിറ്റ്സ് ആൻഡ് പീസസ് എൻ്റെ മനസ്സിലും ഏകദേശം ഉണ്ടായിരുന്നു.
അപ്പോൾ ഞാനും അച്ഛനുമായിട്ട് വളരെ നന്നായിട്ട് ജെല്ല് ചെയ്തു. അച്ഛൻ പലപ്പോഴും ഞാൻ ലേഖനം വായിക്കുന്നതും എൻ്റെ ചെറിയ പതിഞ്ഞ ശബ്ദത്തിൽ ഞാൻ പ്രാർത്ഥിക്കാം സമാധാനം ചെല്ലുന്നതിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതോടൊപ്പം തന്നെ ഒരു ബ്രദർ സ്റ്റാൻലി ഉണ്ടായിരുന്നു, CMI തന്നെ. അദ്ദേഹത്തിനും എൻ്റെ വായനയൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അപ്രിസിയേഷൻ കിട്ടി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു പരിധിവരെ എന്നിലെ നന്മകളെ തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. അപ്പോഴും ഈ ഒരു തിരിച്ചറിവ് എന്നെ സംബന്ധിച്ചിടത്തോളം വൈദിക വൃത്തിയെ ഒരു ഫാസിനേഷൻ പോലെ കാണാനായിട്ട് പിന്നെ അനുവദിച്ചു. അപ്പം എൻ്റെ ദൈവവിളിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം വൈദികരോടും സന്യസ്തരോടും അടുക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ 2 പെങ്ങന്മാർ സന്യസ്തരാണ്. അപ്പോഴതുകൊണ്ട് അവർ വരുമ്പോഴൊക്കെ ഈ വൈദിക വൃത്തിയുടെ ബ്യൂട്ടി, സൗന്ദര്യം അതിനെ അടുത്തറിയാനായിട്ട് എനിക്ക് സാധിച്ചു. എന്നാൽ തന്നെയും ഒരു വൈദികനാകണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും ആ സമയത്തുണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. വൈദികനാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എൻ്റെ സ്കൂൾ ജീവിതത്തിൽ നിന്ന് ചോദിച്ചാൽ പോലും എനിക്കൊരു ഉത്തരവുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു പക്ഷേ വലിയ ഫാസിനേഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള ദൈവവിളിയുടെ ചരിത്രമൊന്നും എൻ്റെ ജീവിതത്തിലില്ല. ഞാൻ ഇവരെ അടുത്തറിഞ്ഞു. ഇവരുടെ ഈ വൈദികരുടെയും സന്യസ്തരുടെയും ജീവിതം വളരെ മനോഹരമാണല്ലോ എന്നുള്ള ആദ്യത്തെ ചിന്ത എന്നിൽ കുടിയേറി. അതിനുശേഷം ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് MSMI സിസ്റ്റേഴ്സാണ് ആ സമയത്ത് അവിടെ ഞങ്ങളുടെ ഇടവകയുടെ അജപാലന കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരുന്നത്. അവിടെ ഒരു മദർ ഉണ്ടായിരുന്നു, ഒരു സിസ്റ്റർ ലൂസി, ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല. ഈ സിസ്റ്റർ എന്നെ കാണുമ്പോഴൊക്കെ പറയുമായിരുന്നു, ബിജു മോനൊരു വൈദികനാകണം. അപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, സിസ്റ്റർ എന്താണ് എന്നെ അങ്ങനെ നിർബന്ധിക്കുന്നത്? അതിന് മാത്രം എന്നിലെന്തുണ്ട്? ഞാൻ അത്ര സ്റ്റൂഡിയസ് ഒന്നുമല്ല, സ്കൂളിൽ അത്ര ഒരു വലിയൊരു വിദ്യാഭ്യാസപരമായ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ അന്നിലുണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു ഒരല്പം നിഷ്കളങ്കത, വീട്ടിലത്തെ ഏറ്റവും ഇളയ ഒരു കുഞ്ഞൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം. ഇപ്പം ശാസ്ത്രം പഠിക്കുമ്പോൾ എനിക്കറിയാം ഒരു കാര്യം ഇങ്ങനെ നമ്മളെ ഒരാൾ എപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഭാഗമായി തരികയും അത് നമ്മുടെ ഫോക്കസിൻ്റെ ഭാഗമായി തരികയും ചെയ്യും. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞൊരു സംഗതി. പിന്നെ എൻ്റെ സഹോദരിമാർ വീട്ടിലേക്ക് കത്തെഴുതുമ്പോഴൊക്കെ എനിക്കൊരു ചെറിയ റിമൈൻഡർ ഉണ്ടായിരുന്നു, വൈദികനാകണം, അവരുടെ പ്രാർത്ഥനയും. അപ്പോൾ ഇതെല്ലാം കൂടെ പുട്ട് ടുഗെദർ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ദൈവവിളി രൂപപ്പെടുക. അപ്പോൾ ഇതിനകത്ത് അങ്ങനെയാണെങ്കിൽ ദൈവവിളി രൂപപ്പെടുന്ന എവിടെ എന്നുള്ളൊരു ചോദ്യത്തിന് ഒന്ന് അടുത്ത ബന്ധങ്ങൾ, ആ ബന്ധങ്ങളോട് നമുക്കുള്ള തോന്നുന്ന ഒരു മനോഹാരിത, ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദൈവവിളി രൂപപ്പെടുത്താനായിട്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ കെവിൻ്റെ ചോദ്യത്തിലെ 2ാമത്തെ ഭാഗം കമില്യൻ സന്യാസ സഭയുടെ ഭാഗമായതെങ്ങനെ എന്നുള്ളതാണ്. അത് വളരെ യാദൃശ്ചികമായിരുന്നു കെവിൻ. ഞാൻ ഒരിക്കൽ പോലും അറിയാത്ത, ഒരിക്കൽ പോലും കേൾക്കാത്ത ഒരു സഭയിലേക്കാണ് ഞാൻ ചെന്ന് കയറുന്നത്. ഞാൻ ആക്ച്വലി 8ാം ക്ലാസ് മുതൽ MSTയുടെ ഭാഗമാകാനായിട്ട് ആഗ്രഹിക്കുകയും MST അച്ഛന്മാർക്ക് കത്തെഴുതുകയും, മിഷണറീസ് ഓഫ് സെൻറ്റ് തോമസ്. എൻ്റെ ഒരു ചിറ്റപ്പൻ ആ സഭയുടെ ആദ്യത്തെ അംഗമാണ്, ഫാദർ ജോൺ കിഴക്കരക്കാട്ട്. പിന്നെ എൻ്റെ ചാച്ചൻ്റെ പെങ്ങളുടെ മകൻ ഒരു ഫാദർ ജോയ് എടാട്ടൻകുഴി, അദ്ദേഹവും ആ സഭയുടെ ഭാഗമാണ്. അപ്പോൾ ഇവരുടെ പ്രചോദനം വഴി MSTയുടെ ഭാഗമായേക്കാന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ യാദൃശ്ചികമായിട്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, എൻ്റെ പരീക്ഷ നടക്കുന്ന സമയത്ത് എൻ്റെ സഹോദരിയുടെ വിവാഹം, ആ വിവാഹം ആശീർവദിക്കാൻ വന്നത് എൻ്റെ തന്നെ കുടുംബത്തിലെ ഒരു അച്ഛനാണ്. അദ്ദേഹം ആ സമയത്ത് മാനന്തവാടി കമില സെമിനാരിയുടെ റെക്ടർ അച്ഛനാണ്. എനിക്ക് ഈ സെമിനാരിയെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോഴേ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നു, ഇത് കഴിഞ്ഞിട്ട് സെമിനാരി പോകണമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ എങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഭരണങ്ങാനത്ത് MST അച്ഛന്മാരുടെ കൂടെ ചേരാനാണ് താല്പര്യം. അപ്പോൾ അദ്ദേഹം വളരെ കാഷ്വലായിട്ട് പറഞ്ഞു, ഞാൻ മാനന്തവാടിയിലുണ്ട്, വേണേ ഞങ്ങളെ ഒന്ന് വന്ന് പരിചയപ്പെടാം, അത്രമാത്രമേ പറഞ്ഞുള്ളൂ. അവിടെ ചേരണമെന്നോ അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴെൻ്റെ ചാച്ചൻ പറഞ്ഞു അദ്ദേഹം അങ്ങോട്ട് ക്ഷണിച്ചതായതുകൊണ്ട് അവിടെ ഒന്ന് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം, ഞാൻ ഓർക്കുന്നു ഇപ്പോഴും. അച്ഛൻ ബാക്കിയുള്ളവരുമായിട്ട് പരിചയപ്പെടുത്തി. അവിടുത്തെ ഒരു ഡീക്കൻ, അന്നൊരു ഡീക്കനാണ്, അന്ന് കമിലിയൻസിന് അച്ഛന്മാരാരുമായിട്ടില്ല, ഏറ്റവും മുതിർന്നയാൾ ഡീക്കനാണ്. അദ്ദേഹം എൻ്റെ അടുത്തൊരു ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ തന്നിട്ട് പറഞ്ഞു, ഇത്രയും സാധനം വാങ്ങിക്കൊണ്ട് ജൂലൈ 1-ാം തീയതി, അന്നൊരു വെള്ളിയാഴ്ചയാണ്, അന്ന് ചേർന്നോളാൻ പറഞ്ഞു. ഇതാണ് എൻ്റെ കമിലിയൻ വൊക്കേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട്. മഹാമാരികളിലും ദുരന്തമുഖങ്ങളിലും ജീവൻ ത്യജിക്കാൻ സമർപ്പണം ചെയ്യുന്ന പ്രേക്ഷിത സഭയായ കമിലിയൻ വൈദിക സമൂഹത്തിൽ ക്രൂശിതന്റെ സ്നേഹം പകരാൻ ഈ വൈദികൻ സമർപ്പണം ചെയ്തു. നെഞ്ചിൽ പ്രശോഭിക്കുന്ന ഈ കുരിശും ഹൃദയത്തിൽ നിറയുന്ന കരുണയുടെ ഉറവയും
രോഗികളും ആലംബഹീനരുമായ അനേകർക്ക് ആശ്രയമാകുന്നു. ഉറപ്പായിട്ടും അച്ഛാ, കാരണം ഒത്തിരി വർഷം കഴിഞ്ഞ് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പം വളരെ യാദൃശ്ചികമെങ്കിലും അത് ഭയങ്കര ഒരു ദൈവപരിപാലനയായിരുന്നിരിക്കാം. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മേഖല എടുത്ത് നോക്കുമ്പോഴേക്കും മറ്റൊരു മേഖലയിൽ ചെന്നായിരുന്നെങ്കിൽ അവിടെ നന്മ ചെയ്യില്ല എന്നല്ല, പക്ഷേ ഇത്രയും വലിയൊരു ലോകം കാണുവാനോ ഇത്രയും ആൾക്കാരുമായി പരിചയപ്പെടുവാനോ ഒക്കെ ദൈവം എത്ര മനോഹരമായിട്ട് നമ്മളെ കൊണ്ടുനടത്തുന്നു എന്നുള്ളത് ഉറപ്പായിട്ടും അത് വലിയൊരു സന്തോഷമാണ്. തമ്പുരാൻ്റെ വലിയ പദ്ധതിയാണെന്ന് അച്ഛൻ മനസ്സിലാക്കുന്നുണ്ട്. അച്ഛൻ അങ്ങനെ കമേലിയൻ സഭയിൽ അംഗമായി ചേരുന്നു, വ്യത്യസ്ത ഇടങ്ങളിൽ പഠിക്കുന്നു. അങ്ങനെ ഒരു വൈദികനായി ചേർന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 21 വർഷമായിട്ട് അച്ഛൻ വൈദികനെ ശുശ്രൂഷ ചെയ്യുകയാണ്. അച്ഛൻ ഇപ്പോൾ ആയിരിക്കുന്നത് ആലുവയിൽ സ്നേഹതീരം എന്ന് പറയുന്ന പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു HIV/AIDS പേഷ്യൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെയൊക്കെ നോക്കുന്ന കെയർ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ്. അതിനു മുമ്പ് അച്ഛൻ വ്യത്യസ്തമായി ശുശ്രൂഷ ചെയ്തത് എനിക്ക് തോന്നുന്നു ഒത്തിരി നാളുകൾ പഠിക്കാനൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചുരുക്കി ഒന്ന് വിവരിക്കാം. 1998 ഞാൻ തിയോളജി കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഒരു വർഷം കൂടി ഉണ്ടായിരുന്നു എനിക്ക് വൈദികനാകാൻ വേണ്ടിയിട്ട്. ആ ഒരു വർഷത്തിനിടയ്ക്ക് ഞാൻ CMC വെല്ലൂരിൽ പോയി HIV ബാധിതരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ട്രെയിനിങ് സ്വീകരിച്ചു. അതിനുശേഷം ബാംഗ്ലൂർ തന്നെ ഞങ്ങൾക്ക് HIV ബാധിതരെ ശുശ്രൂഷിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, സ്നേഹദാൻ എന്ന് പറയും. അവിടെയാണ് ഞങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള ക്യാരിസം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഭയുടെ സേവന മേഖല, അത് രോഗീ ശുശ്രൂഷയാണ്. അവിടെയാണ് ഞാൻ രോഗീ ശുശ്രൂഷ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഈ ട്രെയിനിങ് കഴിഞ്ഞ് CMCയിൽ നിന്നുള്ള ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അവിടെ AIDS രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് ഏകദേശം ഒരു വർഷം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ 2000 ജനുവരിയിൽ ഞാൻ വൈദികനായി. അതിനുശേഷം അവിടെ തന്നെ ഞാൻ വീണ്ടും സേവനം ചെയ്തു. അപ്പോൾ ഈ HIV ബാധിതരെ ശുശ്രൂഷിക്കാനായിട്ട് വരുന്ന വ്യക്തികളെ ട്രെയിൻ ചെയ്യുന്ന അതിൻ്റെ ട്രെയിനിങ് ഡയറക്ടറായിട്ട് ഞാൻ എൻ്റെ സേവനം തുടർന്നു. അതിനുശേഷം പിന്നീട് ഞാൻ കൗൺസിലിംഗ് ഒക്കെ പഠിക്കാനായിട്ട് കുറച്ച് മാസങ്ങളും ഓളം മാറ്റിവെച്ചു. കൗൺസിലിംഗ് കുറച്ചൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോയി. അവിടെ ഒരു ആശുപത്രിയിൽ ഒരു കൗൺസിലറായിട്ട് ഏകദേശം 1.5 വർഷത്തോളം സേവനം ചെയ്തു. പിന്നെ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം സ്നേഹതീരത്തിൽ തന്നെ ഡയറക്ടറായിട്ട് ഏകദേശം 2 വർഷത്തോളം ആ സമയത്ത്, അതായത് 2003-2005 കാലഘട്ടങ്ങളിൽ 2 വർഷത്തോളം ഇവിടെ സേവനം ചെയ്തതിന് ശേഷം പിന്നെ സൈക്കോളജിയിൽ PG ചെയ്യാനായിട്ടും MPhil PhD കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂർക്ക് പോയി. 2007 മുതൽ 2011 വരെ ബാംഗ്ലൂരായിരുന്നു മറ്റേ സ്ട്രെച്ച്. 2013 മറ്റാണെന്ന് തോന്നുന്നു ഞാൻ എൻ്റെ PhD തീർക്കുന്നത്. അതിനുശേഷം കുറച്ച് നാൾ അവിടെ ജോലി ചെയ്തിട്ട് പിന്നീട് ഞാൻ വീണ്ടും സ്നേഹതീരത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ ഈ 20 വർഷത്തെ സേവനം എന്ന് പറയുന്നത് AIDS രോഗികളെ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ സ്ഥാപനത്തിലും ആശുപത്രികളിലും, പിന്നെ സൈക്കോളജി പഠിച്ചു, പിന്നെ ഞാൻ കൗൺസിലിംഗ് സെൻറ്റർ ആരംഭിച്ചു. ഇപ്പോൾ ഞാൻ കൗൺസിലിംഗ് നടത്തുന്നു, കൗൺസിലിംഗ് പഠിക്കേണ്ട വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. രാജഗിരി കോളേജിൽ പാർട്ട് ടൈമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ തന്നെ എൻ്റേതായിട്ടുള്ള ചെറിയ കൗൺസിലിങ്ങിനുള്ള ചെറിയ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നു. അപ്പോഴെൻ്റെ സേവനം എന്ന് പറയുന്നത് രോഗി ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ തന്നെയാണ്. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അനേകം HIV രോഗികൾക്ക് ആശ്രയമേകുന്ന ആലുവ വെസ്റ്റ് കിടങ്ങല്ലൂരുള്ള സ്നേഹതീരം കമലിയൻ സഭയുടെ ഒരു വ്യത്യസ്തമായ പ്രേക്ഷിതമുഖം. ക്രിസ്തു സ്നേഹത്തിൻ്റെ പരിമളവും ആശ്വാസവും പകർന്നു നൽകി അനേകം രോഗികൾക്ക് അഭയമാകുന്നു ഈ സ്നേഹകൂടാരം. എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഈ സഭയെ പറ്റിയാണ്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 1570-1640 കാലഘട്ടത്തിൽ ജീവിച്ച സെയിൻറ്റ് കമലസ്, ഇറ്റലിയിൽ ജീവിച്ച സെയിൻറ്റ് കമലസ് സ്ഥാപിച്ച സഭയാണ് കമേലിയൻസ് എന്ന് പറയുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു 450 വർഷത്തോളം 400 വർഷത്തിൽ കൂടുതലായിട്ട് ഈ ഒരു സഭയുണ്ട്. സാധാരണ സഭകൾക്കെല്ലാം, സാധാരണ വൈദികർ സിസ്റ്റേഴ്സിൻ്റെ സഭകൾക്കെല്ലാം 3 വ്രതങ്ങളാണുള്ളത്: അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ഒരു സഭയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് സഭ എക്സ്ട്രാ ആയിട്ട് എടുത്തേക്കുന്ന ഒരു വ്രതം എന്ന് പറയുന്നത്? ഒപ്പം എന്തുകൊണ്ടാണ് സാധാരണ ലോകയ്ക്കുപരിയായിട്ട് ഒരു കുരിശ്, അതും ചുവന്ന നിറത്തിലുള്ള ഈ പറഞ്ഞ ആംബുലൻസുകളിലൊക്കെ കാണുന്ന ഒരു കുരിശ് നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നത്? ഓക്കെ, ഇതിന് ഞങ്ങളുടെ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ കമിലസിൻ്റെ അനുഭവങ്ങളുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. അദ്ദേഹം 1550 ജനിച്ച വ്യക്തിയാണ്. ഒരു പട്ടാളക്കാരൻ്റെ ഏക സന്താനമായിരുന്നു. അമ്മയ്ക്ക് നല്ല പ്രായമായ കാലത്താണ് അദ്ദേഹം ജനിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു.
അദ്ദേഹം ഈ ഏകദേശം 25 വർഷത്തോളം വളരെ അലസമായി ജീവിച്ചു. കുറേ കാലം പട്ടാളത്തിൽ സേവനം ചെയ്തു. അതിനുശേഷം പട്ടാളത്തിൽ വെച്ച് അദ്ദേഹത്തിന് കാലിനൊരു മുറിവേൽക്കുകയും ആ മുറിവ് കാരണം പട്ടാളത്തിൽ നിന്ന് തിരിച്ചു പോരേണ്ടതായിട്ട് വരുന്നു. ഈ മുറിവ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തെ അലട്ടി. ആ സമയത്ത് അദ്ദേഹം ഒത്തിരി മിഷണറിമാരുമായിട്ട്, പ്രത്യേകിച്ച് കപ്പൂച്ചിൻസ് പോലെയുള്ള മിഷണറിമാരുമായിട്ട് അടുത്തിടപെടുകയും അങ്ങനെ ഒരു കപ്പൂച്ചിൻ ആകണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയും പിന്നെ അദ്ദേഹത്തിൻ്റെ കാലിലുള്ള മുറിവൊന്നും ഒരു കപ്പൂച്ചിനാകാനായിട്ട് അദ്ദേഹത്തെ അനുവദിച്ചില്ല. അങ്ങനെ ഈ മുറിവ് വല്ലാതൊരു വ്രണമായി കഴിഞ്ഞപ്പം അദ്ദേഹം ഒരു ആശുപത്രിയിൽ അഭയം തേടുകയും അങ്ങനെ ആ ആശുപത്രിയുടെ ഭാഗമായി കുറേ കാലം ഉണ്ടായിരുന്നു അദ്ദേഹം ആശുപത്രി തന്നെ. അങ്ങനെയുള്ള സമയത്ത് ആശുപത്രിയിലെ അന്നത്തെ സാഹചര്യങ്ങൾ രോഗികൾക്ക് അത്ര സൗഹൃദപരമല്ലാത്ത സാഹചര്യമാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം അതിനെ രോഗികൾക്ക് സൗഹൃദപരമായിട്ട് മാറ്റാനായിട്ടുള്ള പല പരിപാടികളും ആവിഷ്കരിച്ചു. അങ്ങനെ പിന്നീട് അദ്ദേഹം രോഗിയായിരുന്ന ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്റർ തന്നെയായി. പിന്നീട് അദ്ദേഹം ചിന്തിച്ചു, എന്തുകൊണ്ട് രോഗി ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം ഒരു സഭ സ്ഥാപിച്ചുകൂടാ. അങ്ങനെ അദ്ദേഹം തന്നെ ഒരു വൈദികനാകാനായിട്ട് തീരുമാനമെടുത്തു. മാർപ്പാപ്പയുടെ പ്രത്യേകമായിട്ട് അനുവാദത്തോടു കൂടി അദ്ദേഹം വൈദികനായി. അതിനുശേഷം 1584-85 അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഓഫ് ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് വ്രതവാഗ്ദാനം നടത്തി രോഗി ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം, വേറെ ഒന്നുമില്ല, രോഗി ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം, ആശുപത്രി സേവനത്തിന് വേണ്ടി മാത്രം ഒരു സഭ സ്ഥാപിക്കുന്നു. അങ്ങനെ അത് തന്നെ ഒരു വ്രതമായിട്ട് സ്വീകരിക്കണം. കാരണം അതിൽ നിന്ന് ഒരു സന്യാസിയും, ഒരു കമിലിയൻ സന്യാസിയും വ്യതിചലിച്ചുകൂടാ എന്ന നിർബന്ധ ബുദ്ധിയുള്ള അദ്ദേഹം അതുകൊണ്ട് തന്നെ അത് തന്നെ ഒരു വ്രതമായിട്ട് സ്വീകരിക്കണം എന്ന് വിചാരിച്ച് മാർപ്പാപ്പയുടെ പ്രത്യേകമായ അനുവാദത്തോടുകൂടി 4മതൊരു വ്രതം, ചിലരൊക്കെ വിളിക്കുന്ന പോലെ ഒരു മരണവ്രതം കൂടെ ഞങ്ങൾ സ്വീകരിക്കും. അതായത് സ്വന്തം ജീവൻ ത്യജിച്ചുകൊണ്ടും രോഗി ശുശ്രൂഷ നടത്താം എന്നതാണ് ഞങ്ങളുടെ വ്രതം. ഇപ്പോൾ ഉദാഹരണത്തിന് കോവിഡ് ബാധിച്ച ഒരു വ്യക്തിയെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് കോവിഡ് ലഭിക്കാം, ഇനി അത് നമുക്ക് മരണകാരണമായേക്കാം എന്ന ചിന്ത ആ രോഗിയെ ശുശ്രൂഷിക്കുന്നതിൽ നിന്ന് നമ്മെ ഒരു തരത്തിലും വ്യതിചലിപ്പിക്കാൻ പാടില്ല. അതാണ് ആ വ്രതം. അപ്പോൾ ആഫ്രിക്കയിലൊക്കെ എബോള പടർന്നു പിടിച്ച സമയങ്ങളിൽ നമ്മൾ ഇവിടുന്ന് ഇന്ത്യക്കാരും മിഷണറിമാർ അവിടെ പോയിരുന്നു. ആ രോഗം കിട്ടിയാൽ തിരിച്ചു വരവില്ല എന്ന പൂർണ്ണമായ അറിവോടുകൂടി ഒരു ബ്രദറും ഒരു വൈദികനുമാണ് അവിടെ പോയത്. അവിടെ കുറച്ച് നാൾ സേവനം ചെയ്തിട്ട് ദൈവാനുഗ്രഹത്താൽ അവർക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു കമിലിയൻ സന്യാസിക്ക് ഈ രോഗീ ശുശ്രൂഷയിലുണ്ടാകുന്ന അപകടങ്ങളുടെ കാരണത്താൽ മാത്രം രോഗീ ശുശ്രൂഷ മാറ്റിവെക്കാൻ പാടില്ല. കാരണം ഇതൊരു വ്രതമാണ്. അങ്ങനെയാണ് ഇത് ഞങ്ങളുടെ 4മത്തെ വ്രതമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നത്. പിന്നെ നമ്മൾ ഇനിയിപ്പം ആ വ്രതത്തിലേക്ക് നമ്മളെങ്ങനെ വളരുന്നു എന്ന് ചോദിച്ചാൽ, എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനെക്കുറിച്ചാണ് എല്ലാ വ്രതങ്ങളെക്കുറിച്ചും നമ്മൾ നിഷ്കർഷിക്കുന്നത് പോലെ തന്നെ ഈ വ്രതത്തെക്കുറിച്ച് നിഷ്കർഷിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മോട് ചോദിക്കും, ആ വ്രതത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണോ ഞാൻ? അപ്പോൾ ആ ചിന്തയോടുകൂടിയാണ് നമ്മൾ തീർച്ചയായിട്ടും വൈദിക വ്രതത്തിലേക്ക് വരിക. അപ്പോഴെനിക്ക് തോന്നുന്നു മറ്റ് വ്രതങ്ങൾ പാലിക്കാനായിട്ട് തമ്പുരാൻ അനുഗ്രഹിക്കുന്നത് പോലെ തന്നെ ഈ വ്രതം പാലിക്കാനായിട്ടും തമ്പുരാൻ്റെ വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഞങ്ങളെല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് രോഗികൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഓരോ കമിലിയൻ സന്യാസ വ്യക്തിയുടെയും വളരെ പ്രൈവറ്റായിട്ട്, വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആഹ്ലാദവും ഒരഭിമാനമാണ്. കെവിൻ്റെ 2മത്തെ ചോദ്യം കുരിശിനെ കുറിച്ചായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതും കമിലസിൻ്റെ അനുഭവമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, കമിലസിൻ്റെ അമ്മയ്ക്ക് ഒരല്പം പ്രായമേറിയ ശേഷമാണ് കമിലസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മകൻ്റെ ജീവിതത്തിൽ അധികകാലം ഉണ്ടാകില്ലെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. മകനെക്കുറിച്ചുള്ള അമ്മയെ എപ്പോഴും അലട്ടിയിരുന്നു. അതിനെ മകനെക്കുറിച്ച് ഓർത്ത് അമ്മ പ്രാർത്ഥിച്ചിരുന്നു. ഒരു രാത്രിയിൽ അമ്മയ്ക്കൊരു സ്വപ്നം ഉണ്ടാകുകയാണ്. മകൻ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ നേതാവായിട്ട് ഇതേപോലെ ഒരു കുരിശുള്ള കൊടിയും പിടിച്ചുകൊണ്ട് ഒരു ജാഥ നയിക്കുന്നു. ഈ സ്വപ്നം മകനുമായിട്ട് പങ്കുവച്ചു. അമ്മയുടെ പേടി മകൻ എന്തോ മോശമായിട്ടുള്ളൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്, ഒരുപക്ഷെ എന്തെങ്കിലും റെവല്യൂഷണറി ഗ്രൂപ്പ്, ചുവന്ന കുരിശൊക്കെയാണല്ലോ, എന്തെങ്കിലും ഒരു റെവല്യൂഷണറി ഗ്രൂപ്പിൻ്റെ ഭാഗമാകുകയാണ് എന്നൊക്കെ അമ്മ പേടിച്ചു. അത് മകനുമായിട്ട് പങ്കുവച്ചു. എനിക്ക് തോന്നുന്നു ഈ പങ്കുവെപ്പ് മകൻ്റെ മനസ്സിൽ ഒരല്പം തങ്ങി നിന്നിരുന്നിരിക്കാം. അതിനുശേഷം അദ്ദേഹം വൈദികനാകാനായിട്ടും ഒരു സന്യാസ സഭ സ്ഥാപിക്കാനായിട്ടുമുള്ള ചിന്തയുടെ ഇടയ്ക്ക് ഈ സന്യാസ സഭയ്ക്ക് അതിൻ്റേതായ ഒരു വ്യക്തിമുദ്ര പ്രകടിപ്പിക്കത്തക്കതായ ഒരു സിമ്പൽ ഉണ്ടാകണം എന്ന് അദ്ദേഹം വിചാരിച്ചപ്പോൾ ഈ സ്വപ്നം തിരിച്ച് മനസ്സിലേക്ക് വരികയും അങ്ങനെയാണെങ്കിൽ ഈ കുരിശ് തന്നെ ഈ സന്യാസ സഭയുടെ ഒരു സിമ്പലായിട്ട് എടുത്തേക്കാം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അതിനുശേഷം ഞങ്ങളുടെ സന്യാസികൾ യൂറോപ്പിൽ പടർന്നു പിടിച്ച പ്ലേഗ് പോലെയുള്ള രോഗങ്ങളുടെ സമയത്ത് അവിടെ ജോലി ചെയ്യുമ്പോഴും പിന്നെ യൂറോപ്പിലുണ്ടായിരുന്ന
യുദ്ധങ്ങളുടെ സമയത്ത് യുദ്ധമുഖത്ത് ജോലി ഇതേപോലെയുള്ള കുരിശൻ ധരിച്ച് ജോലി ചെയ്യുന്ന സമയത്ത് റെഡ് ക്രോസ് സംഘടന സ്ഥാപിച്ച വ്യക്തി അത് കാണാനിടയാകുകയും അതുവഴി അദ്ദേഹത്തിന് ഒരു ആശയമുണ്ടാകുകയും അങ്ങനെ അദ്ദേഹം ഒരു സെക്യുലർ സൊസൈറ്റി ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് അവർക്ക് റെഡ് ക്രോസ് കിട്ടുന്നത്. സോ റെഡ് ക്രോസ് സംഘടനയുടെ പിന്നെ ആ സിമ്പലിൻ്റെ ആരംഭം പോലും ജീൻ ഹെൻറി ഡുനാന്റ് ഇത് റെഡ് ക്രോസ് സ്ഥാപിക്കുമ്പം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് പോലും കമേലിയൻസിന്റെ ഈ കുറിച്ചാണ്. എക്സാക്ട്ലി. ഓക്കെ, അതൊരു ചരിത്രം പുതിയ അറിവാണ്. പലരും അത് കേട്ടിട്ടില്ല. അങ്ങനെ, കാരണം നമ്മുടെ ഒരു അറിവിൽ JRC അല്ലെ റെഡ് ക്രോസ് ഒക്കെ ഉള്ളൂ. അപ്പം അവരുടെ ഒരു കുരിശാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ആരംഭം അദ്ദേഹത്തിന് ഈ ആശയം കിട്ടുന്നത് ഞങ്ങളുടെ സന്യാസികൾ ചെയ്യുന്ന സേവനം കണ്ടിട്ടാണ്. അപ്പോൾ അതാണ് ഈ കുരിശിൻ്റെ ഒരു എന്താ പറയുക ചരിത്രം. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇപ്പോൾ സേവനം ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ എയ്ഡ്സ് രോഗികൾക്കിടയിലാണ്. അപ്പം ഇങ്ങനെ ഈ എയ്ഡ്സ് രോഗികൾക്കിടയിൽ സേവനം ചെയ്യുമ്പോൾ സമൂഹം ഈ ഒരു ശുശ്രൂഷ മേഖലയെ കാണുന്ന രീതി എങ്ങനെയാണ്? അതായത് നമ്മുടെ ഒരു കൺവെൻഷനലായിട്ടൊരു രീതിയുണ്ട്, ഇത് ഭയങ്കര തൊട്ടാൽ പകരുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഒരു അടുത്തു നിന്നാൽ പകരുന്ന ഒരു രോഗമാണ്, ഇത് വളരെ മോശമായിട്ടുള്ളൊരു രോഗമാണ്, ഒരു എന്താ പറയുന്ന ഒരു ഏറ്റവും മോശമായ രോഗമായിട്ട് ഒരു നീചമായ രോഗമായിട്ടൊക്കെ സമൂഹം കാണുന്ന ഒരു രീതി ഒരു കാലത്തുണ്ടായിരുന്നു. ഇപ്പോഴും തുടരുന്നുണ്ടോ? അപ്പോൾ നമ്മളിത് ഈ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് അച്ഛൻ ഈ സ്നേഹതീർത്ഥ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒത്തിരി വെല്ലുവിളികൾ ആ രീതിയിൽ ഉണ്ടാവുന്നുണ്ടോ? ആദ്യകാലങ്ങളിൽ ഞാനിവിടെ ആദ്യം എൻ്റെ ശുശ്രൂഷ തുടങ്ങിയത് 2005-ലാണ്. ആ സമയത്ത് ഒരു പരിധി വരെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആൾക്കാർക്കിത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം, ഒരു ലൊക്കാലിറ്റിയിലുള്ള ഈ രോഗികളുടെ സാന്നിധ്യം അവരുടെ ആരോഗ്യത്തിനും അവരുടെ ജീവനും ഭീഷണിയാകുമോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ നമ്മൾ സമൂഹവുമായിട്ട് അടുത്തിടപഴകുമ്പോൾ ഇങ്ങനെ മാറ്റി നിൽക്കപ്പെടുന്ന സമൂഹത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു റിലീഫ്, ഒരാശ്വാസവും സമൂഹത്തിലുള്ളവർ നമ്മുടെ അടുത്ത് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവർക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു ചോദ്യവും അതോടൊപ്പം തന്നെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരാശ്വാസവും. പക്ഷേ ഈ പറഞ്ഞ മനോഭാവങ്ങൾക്കെല്ലാം ഒത്തിരി വ്യത്യാസം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പം സ്റ്റിഗ്മ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇവരെ മാറ്റി നിർത്തുക, ഇവരെ നീചമായിട്ട് കാണുക എന്നുള്ളതൊക്കെ ഒരു പരിധി വരെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ കാര്യത്തിൽ ഇനിയും നമ്മൾ വ്യത്യാസപ്പെടേണ്ടിയിരിക്കുന്നു. ഈവൻ കോവിഡിൻ്റെ കാര്യത്തിൽ പോലും പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കകാലങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരി പേടിക്കുകയും ആൾക്കാരെ ഓടിച്ചിട്ട് പിടിക്കുകയും PP കിറ്റിനുള്ളിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴതൊരു പരിധി വരെയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പലരും പലതിലേക്കും വളരുക. നമുക്ക് ആദ്യമൊക്കെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ പലതിനെ മാറ്റിവെക്കുന്നത്, പിന്നെ പേടി കൊണ്ടാണ് പലതിനെ മാറ്റിവെക്കുന്നത്. പക്ഷേ നമ്മളൊക്കെ ഇങ്ങനെയുള്ള മേഖലയിൽ സേവനം ചെയ്യുമ്പോൾ അതൊന്നും ആരും വലിയ ഹൈലൈറ്റ് ചെയ്തില്ലെങ്കിൽ തന്നെയും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഒരാശ്വാസം അനുഭവിക്കുന്നുണ്ട്. ഇനിയിപ്പം ഞാനിങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയാലും ആരെങ്കിലുമൊക്കെ എന്നെ നോക്കാനുണ്ടാകുമല്ലോ എന്നുള്ളതുണ്ട്. തീർച്ചയായിട്ടും ബേസിക്കലി എല്ലാവരുടെ ഉള്ളിലും ഇവരും ശുശ്രൂഷിക്കപ്പെടണമെന്നും ഇവർക്കും ഒരു റിലീഫ് കിട്ടണമെന്നൊരു ചിന്തയുണ്ട്. പക്ഷേ അവനവനായിട്ട് ചെയ്യാനായിട്ട് അധികം പേര് കടന്നു വരില്ല. പക്ഷെ വേറെ പേടി കൊണ്ടായിരിക്കും. അങ്ങനെ ആയിരിക്കാം. അച്ഛൻ കോവിഡിനെ പറ്റി പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ സഭ, അതായത് കമേലിയൻ സഭ, കോവിഡിൻ്റെ സമയത്ത് ലോകത്ത് ഒത്തിരി സ്ഥലങ്ങളുള്ള സഭയാണിത്. കോവിഡിൻ്റെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ അച്ഛൻ്റെ സഭയിലുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചത്? രോഗി ശുശ്രൂഷയാണല്ലോ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓൺലി കാരിസം എന്ന് പറയാം. ഇത് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറലി കോവിഡ് എന്ന രോഗം വന്നപ്പോഴത്തേനും ഞങ്ങളുടെ സഭ തീർച്ചയായിട്ടും അതിന് നമ്മളുടെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യാം എന്നുള്ളത് ആദ്യ കാലങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് ഈ ദുരന്തങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് മാത്രമുള്ളൊരു വിങ്ങുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വിങ്. ഞങ്ങളുടെ സഭയുടെ ആഗോളതലത്തിലുണ്ട്. അതിൻ്റെ ഒരു ബ്രാഞ്ച് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വിങ് ഈ കോവിഡിനെ പിന്നെ അഭിമുഖീകരിക്കാനായിട്ട് വ്യക്തികളെ എങ്ങനെ പ്രാപ്തരാക്കാം, അവരെ എങ്ങനെ സഹായിക്കാം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഒത്തിരി ചർച്ച ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇതിനൊരു റിലീഫ് വർക്ക് നമ്മൾ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ സ്നേഹതീരം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനറലിയും പിന്നെ സ്നേഹതീരം പെർട്ടിക്കുലർലിയും ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്നേഹതീരം എന്ന സ്ഥാപനത്തിൽ നിന്ന്, അതൊരു ചെറിയ സ്ഥാപനമാണ്, അവിടുന്ന് തന്നെ കഴിഞ്ഞ ജൂൺ ജൂലൈ കാലഘട്ടങ്ങൾ മുതൽ കഴിഞ്ഞ മാസം വരെ നമ്മൾ ഏകദേശം 12,000 കിറ്റ് നമ്മൾ ഭക്ഷണ സാധനങ്ങളായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 24-25 ഐറ്റംസ് ഉള്ള ഒരു 8.5 കിലോ വരുന്ന കിറ്റാണ്. അപ്പം കിറ്റ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള കിറ്റുകളുണ്ടല്ലോ. അപ്പോൾ ഇത് എന്താണ് ഇതൊന്ന് ഒന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ, അങ്ങനെ ഏകദേശം 12,000 കിറ്റ് നമ്മുടെ സ്നേഹതീരം മാത്രം ഈ ഹൗസ് മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു.
സ്നേഹതീരമാണ് ഞങ്ങളുടെ ഏറ്റവും ചെറിയ, ഇന്ത്യയിലെ ഞങ്ങളുടെ പ്രൊവിൻസിലെ ഏറ്റവും ചെറിയ ഭവനം. അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ രീതിയിലുള്ള സേവനങ്ങൾ നടത്തുന്നത് സ്നേഹതീരമാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി ഭവനങ്ങളെല്ലാം അതിൽ 10 മടങ്ങ് സേവനം, പിന്നെ ഭക്ഷണ പൊതി അല്ലെങ്കിൽ ഫുഡ് കിറ്റ് എന്ന രീതിയിൽ തന്നെ. അതോടൊപ്പം തന്നെ മെഡിക്കൽ അസിസ്റ്റൻസ്, നമ്മൾ ഒത്തിരി പേർക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുത്തു. ഇപ്പം സ്നേഹതീരത്തിനെ ചുറ്റിപ്പറ്റി ഏകദേശം 350 കുടുംബങ്ങൾ മെഡിക്കൽ അസിസ്റ്റൻസ്, പിന്നെ ഭക്ഷണം, ഫുഡ് കിറ്റുകളൊക്കെ സ്വീകരിക്കുന്നവരുണ്ട്. ഏകദേശം 350 കുടുംബങ്ങൾ. അതിനകത്ത് ഒത്തിരി പേർ HIV ബാധിതരുടെ കുടുംബങ്ങളാണ്. പിന്നെ ചെല്ലാനം പോലെയുള്ള ഭാഗങ്ങളിൽ ഞങ്ങൾ വീട് വെക്കാനായിട്ട് സഹായിച്ചു, കോവിഡ് വന്ന സമയത്ത് തന്നെ. കാരണം പലർക്കും അവരെന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ കോവിഡ് വന്നതുകൊണ്ട് അവരുടെ ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നീക്കിയിരിപ്പൊന്നും ഇല്ലാത്ത സമയത്ത് അവരുടെ ചെറിയ ചെറിയ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു. അപ്പം ഭവനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിച്ചു. പിന്നെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് വേണ്ട വ്യക്തികൾക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പം അവരുടെ പൾസ് നോക്കാനായിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റ് ചെറിയ ചെറിയ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, പിന്നെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ക്രച്ചസ് അല്ലെങ്കിൽ വാക്കർ, അങ്ങനെയുള്ള പോലെയുള്ള സംഗതികളൊക്കെ. അപ്പം നമുക്ക് നന്മ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റുണ്ട്. ആ പ്രോജക്റ്റ് വഴി നമ്മൾ ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹം നമ്മെ സഹായിക്കുന്നുകൊണ്ടാണ്. ഇതൊന്നും നമ്മളായിട്ട് ചെയ്യുന്നതല്ല, മറ്റുള്ളവർ സഹായിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നതാണ്. ഇപ്പം നമ്മൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് സേവനങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യയിൽ കമിലിയൻസിൻ്റെ സേവനങ്ങൾ കണ്ട് തായ്വാനിൽ നിന്നുള്ള ബുദ്ധിസ്റ്റ് സംഘടന, സൂചി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് സംഘടന നമുക്ക് സഹായം ഓഫർ ചെയ്തു. അവർ വഴിയാണ് ഒത്തിരി സഹായങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു ചാനൽ മാത്രമേ ആകുന്നുള്ളൂ. വ്യക്തികൾ തിരിച്ചറിയുകയാണ് നമ്മൾ നിസ്വാർത്ഥമായിട്ട് വ്യക്തികൾക്ക് വേണ്ടി സേവനം ചെയ്യാനായിട്ട് ഈ മുഖത്തുണ്ട് എന്ന് തിരിച്ചറിയുമ്പം അവിടെ പിന്നെ രാഷ്ട്രീയവും മതമൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു ചിന്ത. ഇത് അർഹരായവർക്ക് ഈ സഹായങ്ങൾ ചെല്ലുന്നുണ്ട് എന്ന് വ്യക്തികൾ തിരിച്ചറിയുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ കോവിഡിൻ്റെ ആദ്യകാലങ്ങൾ മുതൽ നമ്മൾ സേവനം ആരംഭിച്ചു. ഈ അടുത്തിടയ്ക്ക് ഇപ്പം വീണ്ടും കോവിഡ് അതിൻ്റെ സെക്കൻഡ് വേവ് വന്നതോടുകൂടി മെഡിക്കൽ പേഴ്സണൽസിൻ്റെ അവൈലബിലിറ്റി, പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ മെഡിക്കൽ ഫീൽഡിൽ ട്രെയിനിങ് ലഭിച്ചവരുടെ ഒരു കുറവുള്ളതുകൊണ്ട് ഞങ്ങളുടെ സഭയിൽ തന്നെ കുറച്ച് ഡോക്ടർമാരും നഴ്സുമാരും ഉണ്ട്, സോഷ്യൽ വർക്കേഴ്സും അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റൊക്കെ. അപ്പോൾ അവരുടെ ഒരു ടീം നമ്മളുണ്ടാക്കി. നമുക്ക് അച്ഛന്മാരായിട്ടുള്ള 2 ഡോക്ടേഴ്സുണ്ട്, ബ്രദേഴ്സായിട്ടുള്ള 3 ഡോക്ടേഴ്സുണ്ട്, പിന്നെ അച്ഛന്മാരായിട്ടുള്ള നേഴ്സുമാരുണ്ട്, ബ്രദേഴ്സായിട്ടുള്ള നേഴ്സുമാരുണ്ട്, ആണുങ്ങൾ തന്നെ കേട്ടോ. അപ്പോൾ പിന്നെ ഓഫ് കോഴ്സ് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഒത്തിരി നേഴ്സുമാരും ഡോക്ടർമാരും ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഒരു ടീം നമ്മൾ രൂപീകരിച്ചിട്ട് സെൻറ്റ് ജോൺസ്, ഫിലോമിനാസ്, മാർത്താസ്, മറ്റ് ആശുപത്രികളിൽ, ഡോക്ടർമാരുടെ സേവനമുള്ള ആശുപത്രിയിൽ നമ്മൾ ഇവരെ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്രദേഴ്സും അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. PPE കിറ്റൊക്കെ ഇട്ടുകൊണ്ട് അവർ വീടുകളിലും അല്ലെങ്കിൽ ആശുപത്രികളിലൊക്കെ പോയി രോഗികളായിട്ടുള്ളവരെ സഹായിക്കുന്നുണ്ട്. രോഗി എവിടെ ഉണ്ടോ അവർ ചോദിച്ചാൽ അവരുടെ റിക്വസ്റ്റിന് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങളുടെ വ്രതത്തിന് എഗൻസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അവരാവശ്യപ്പെടുകയാണ് നിങ്ങൾ വരണമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ എത്തിയിരിക്കും, അത് ഏത് മേഖലയിലാണെങ്കിലും. അപ്പോൾ കോവിഡ് ആരംഭിച്ച സമയത്ത് ഇത് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോവിഡ് എത്ര കാലം നമ്മളെ അലട്ടുന്നോ അത്രയും കാലം കമിലിയൻസ് അത് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വേറെന്തെങ്കിലും മേഖലയിലേക്ക് ഞങ്ങളെ തമ്പുരാൻ വിളിക്കും, അങ്ങോട്ട് ഞങ്ങൾ പോവുകയും ചെയ്യും. ഇതാണ് ഞങ്ങളുടെ ഒരു യൂഷ്വൽ റുട്ടീൻ. കെവിൻ, ഞങ്ങളുടെ ഈ 4ാമത്തെ വ്രതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ കോവിഡ് ഉണ്ടായ സമയത്ത് തന്നെ, ഓഫ് കോഴ്സ് ഈ അല്പം പ്രായമായ വ്യക്തികൾക്കൊക്കെ കോവിഡ് വളരെ രൂക്ഷമാകുമെന്നും അവരുടെ ജീവനെ തന്നെ അപഹരിച്ചേക്കാം എന്നൊക്കെ നമുക്കറിയാം. എന്നാലും ഞങ്ങളുടെ വൈദികരും സിസ്റ്റേഴ്സും കോവിഡ് ബാധിച്ച വ്യക്തികളെ ശുശ്രൂഷിക്കുകയും അത് ഫലമായിട്ട് കോവിഡ് കിട്ടുകയും പലർക്കും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു, പലർക്കും. എന്നാലും ആരും പിന്തിരിഞ്ഞില്ല. ദൈവാനുഗ്രഹത്താൽ നമ്മൾ ഇന്ത്യയിൽ ഞങ്ങളെല്ലാവരും ചെറുപ്പക്കാരായതുകൊണ്ട് ഇന്ത്യയിൽ ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല. പക്ഷേ വിദേശത്ത് 70, 75, 80 വയസ്സുള്ള ഞങ്ങളുടെ കമിലിയൻ സന്യാസികൾ, വൈദികരും സിസ്റ്റേഴ്സും ബ്രദേഴ്സും, സന്യാസി എന്ന് പറയുമ്പോൾ ഈ 3 കാറ്റഗറി ഉണ്ട് ഞങ്ങൾക്ക്. അവരെല്ലാവരും കോവിഡ് ശുശ്രൂഷിക്കാനായിട്ട് പോവുകയും അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടവരുമുണ്ട്. അത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഞങ്ങളുടെ വിളി എന്ന് വീണ്ടും വീണ്ടും ഉത്ബോധിപ്പിക്കുന്നു. കാരണം ബൈബിളിൽ പറയുന്നുണ്ട്, സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നമ്മൾ ഈശോയുടെ മരണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പറയാറുണ്ട്. അതുതന്നെയാണ്. കാരണം തൻ്റെ മുമ്പിൽ കാണുന്ന ഈശോയുടെ മുഖമായി മാറിയിട്ടുള്ള ഓരോ വ്യക്തിക്കും വേണ്ടി സേവനം ചെയ്ത് ശുശ്രൂഷ ചെയ്ത് അവസാനം സ്വയം മരണം വരിക്കുന്ന, നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന അനേകം
സഹോദരങ്ങളാൽ സമ്പന്നമാണ് അച്ഛൻ്റെ സഭ എന്ന് പറയുന്നത്. അത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അച്ഛൻ്റെ സഭയെ പറ്റിയും ശുശ്രൂഷകളെ പറ്റിയും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ശുശ്രൂഷകളുടെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ ഇനി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട്. അതെല്ലാം നമ്മൾ അടുത്ത എപ്പിസോഡിൽ തുടരും. അച്ഛനോട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണും. അതുവരേക്കും വെച്ചാൽ താങ്ക് യു സോ മച്ച്. അതെ, സ്നേഹിതന് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ക്രൂശിതന്റെ ഈ സുവിശേഷമാണ് ഈ ജീവിതത്തിന്റെ ധ്യാനമാകുന്നത്. കമലിയൻ സഭയുടെ മഹത്വമേറിയ വ്രതങ്ങളിലൊന്നായ ഈ മരണവ്രതം തിരുസഭയുടെ കാരുണ്യത്തിന്റെ മുഖമാകുന്നു. ഇത്തരം വൈദികരുടെ സമർപ്പണം തിരുസഭയുടെ മാനവസ്നേഹത്തിന്റെ കരുതലുമാകുന്നു. വിളവിൻ്റെ നാഥൻ വിളിക്കുന്നു നിന്നെ, വലയെറിഞ്ഞണയുക നിങ്ങൾ. വിളവേറെയാണു കതിർ കൊയ്തെടുത്തിടാൻ, വിശ്വസ്തരാവുക നിങ്ങൾ. തല ചായ്ക്കുവാനിടമില്ലാത്തവൻ ഞാൻ, തണലായി മാറുക നിങ്ങൾ. സുഖമേറെയേകില്ല ഈ വഴികളെങ്കിലും, ലഹരിയായി ഞാൻ നിന്നിലലിയും. കവചങ്ങളെല്ലാം വലിച്ചെറിയണം, നിമിഷ സുഖമല്ലിതു സത്യം. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ.